ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ടിൻഡർ ടേൽസ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് ഫോട്ടോ പേപ്പറിനെ കുറിച്ചിട്ടാണ്. ഞാനൊരു റീലിട്ട സമയത്ത് കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചത് ഏത് ഫോട്ടോ പേപ്പറാണ് യൂസ് ചെയ്യുന്നത്, എത്ര GSM ആണ്, അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ് എന്നൊക്കെയാണ് കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചത് എൻ്റെ വർക്ക് ഓർഡർ ചെയ്യുന്നതിനെക്കാട്ടിലും. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് പേപ്പേഴ്സ്, ഞാൻ യൂസ് ചെയ്ത പേപ്പേഴ്സൊക്കെ നിങ്ങളെയും കൂടെ കാണിക്കാം. അതിൻ്റെ ക്വാളിറ്റിയും അതുപോലെ തന്നെ പ്രൈസും ഒക്കെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന പേപ്പർ എന്ന് പറഞ്ഞാൽ iPhoto ആണ്. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്ന ഒരു 3-4 പേപ്പേഴ്സൊക്കെ തന്നെ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. iPhoto ഞാൻ ഇടയ്ക്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഏറ്റവും ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്തത് കൊടക്കിൻ്റെ പേപ്പേഴ്സാണ്. കാരണം നമ്മൾ ഈ ഫോട്ടോസൊക്കെ സ്റ്റുഡിയോയിൽ നിന്നൊക്കെ പ്രിൻ്റ് എടുക്കുന്ന സമയത്ത് അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ കൊടക്ക് എഴുതിയിരിക്കുന്നത് കാണുമ്പോഴത്തേക്ക് ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് അതാണ് ഏറ്റവും നല്ല ബെസ്റ്റ് ക്വാളിറ്റി പേപ്പർ. സോ അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് അത് വാങ്ങിച്ചത്. അതിൻ്റെയും കവറുണ്ട്. ഇതൊക്കെ തീർന്നു പോയതുകൊണ്ട് ഇപ്പോൾ കവർ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ ഈ പേപ്പറല്ല യൂസ് ചെയ്യുന്നത്, കുറച്ചും കൂടി അഫോർഡബിൾ ആയിട്ടുള്ള പേപ്പേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് ഒരു 20 ഷീറ്റ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. A4 സൈസ് തന്നെയാണ് വരുന്നത്. 20 ഷീറ്റാണുള്ളത്. 180 GSM ആണ്. യൂസ് ചെയ്ത എല്ലാ പേപ്പേഴ്സും 180 GSM ആയിരുന്നു കേട്ടോ. പിന്നെ വേറൊരു ബ്രാൻഡ് ഉള്ളത് OnePlus എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡാണ്. ഇതും A4 സൈസാണ്, 180 GSM തന്നെയാണ്. ഇതിൽ നമുക്ക് 50 ഷീറ്റ്സ് ഉണ്ടായിരുന്നു. ഇത് 50 ഷീറ്റിൻ്റെ ഒരു പാക്കായിരുന്നു ഞാൻ കേട്ടോ. ആമസോണിലൊക്കെ നോക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. അതിനകത്ത് നമുക്ക് ഏത് ക്വാണ്ടിറ്റിയിലാണ് വേണ്ടത്, 20 ഷീറ്റ്സ് ഉണ്ട്, 50 ഷീറ്റ്സ് ഉണ്ട്, ഏത് ക്വാണ്ടിറ്റിയിലാണ് വേണ്ടുന്നത് അതിനനുസരിച്ച് എടുക്കാം. പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ള പേപ്പർ ഓഡിയാണ്. ഓഡി നമ്മൾ 180 GSM തന്നെയാണ്. അതുപോലെ തന്നെ 50 ഷീറ്റിൻ്റെ പാക്കാണ് വാങ്ങിയിട്ടുള്ളത്. ഇത് നമുക്ക് ഇപ്പം ഞാൻ വാങ്ങുന്നതിൽ വെച്ചിട്ട് അഫോർഡബിൾ ആയിട്ടുള്ള ബ്രാൻഡാണ്. അതുപോലെ തന്നെ ക്വാളിറ്റി വൈസും ഓക്കെയാണ്. നമുക്ക് ബെസ്റ്റ് ക്വാളിറ്റിയിൽ പേപ്പർ കിട്ടും. ഫോട്ടോസൊക്കെ നമുക്ക് ഒരു സെമി ഗ്ലോസ് ഫിനിഷിൽ നമുക്ക് കിട്ടും. ഒട്ടും മാറ്റല്ല, ഈ പേപ്പേഴ്സൊന്നും മാറ്റല്ല, എല്ലാം ഗ്ലോസി ഫിനിഷിൽ തന്നെ വരുന്ന പേപ്പേഴ്സാണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേപ്പർ എന്ന് പറയുന്നത് ഇതാണ്. ഇത് ക്ലിക്ക് എന്ന ബ്രാൻഡിൻ്റെയാണ്. ഇത് നമുക്ക് ഫോട്ടോസ്, എസ്പെഷ്യലി ഫോർ ഫോട്ടോസ്, ഈ എല്ലാ പേപ്പേഴ്സും ഫോട്ടോസ് ഓറിയൻറ്റഡ് ആയിട്ടാണ് ഉള്ള പേപ്പറാണ്. എന്നാലും ഇത് കുറച്ചും കൂടി നമുക്ക് 180 GSM ആണെങ്കിലും കുറച്ചും കൂടി ഒരു തിക്നെസ് ഒക്കെ ഫീൽ ചെയ്യുന്ന ഒരു പേപ്പറാണ്. ഇത് നമുക്കൊരു 50 ഷീറ്റ്സ് ഒരു 180 റേറ്റിനാണ് നമുക്ക് വരുന്നത്. ഇത് നല്ല ക്വാളിറ്റി ഉള്ള പേപ്പറാണ്. നമുക്കൊരു ഹൈ ക്വാളിറ്റി പ്രിൻറ്റിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം തിക്നെസ്സും ഉണ്ട്. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള പിക്ചേഴ്സാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ ഇതിലിനി ഏത് ഫോട്ടോ പേപ്പർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പം ലാമിനേഷനോ അങ്ങനത്തെ പ്രോസസ്സൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഫോട്ടോസിൻ്റെ നമ്മൾ ക്ലാരിറ്റി കൂടുന്നതായിട്ട് നമുക്ക് തോന്നും. ഫോട്ടോസ് പ്രിൻറ്റ് ചെയ്തിട്ടുള്ള, അതായത് പോളറോയിഡ്സ്, സ്ക്രാപ്പ് ബുക്ക്, ആൽബംസിനൊക്കെ നമുക്ക് ഫോട്ടോസ് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 180 GSM തൊട്ടുള്ള ഫോട്ടോ പേപ്പേഴ്സ് യൂസ് ചെയ്യാം. ഗ്ലൗസി ഫിനിഷിലുള്ള ഫോട്ടോ പേപ്പേഴ്സാണ് നമ്മൾ പിന്നെ പ്രിൻറ്റിങ് ഷോപ്പിൽ പോയി പ്രിൻ്റ് എടുക്കുകയാണെങ്കിൽ എല്ലാ പ്രിൻറ്റിങ് ഷോപ്പിലും നല്ല ക്വാളിറ്റിയിലുള്ള പ്രിൻ്റ് ആയിരിക്കത്തില്ല നമുക്ക് കിട്ടുന്നത്. സോ നമ്മൾ ഇതുപോലെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ ഈ പേപ്പർ വാങ്ങി വെച്ചിട്ട് അവരുടെ കൊടുത്തു കഴിഞ്ഞാൽ അവർ പ്രിൻ്റ് എടുത്ത് തരും. അതുകൊണ്ട് നമുക്ക് ഇതിലെ ക്വാളിറ്റി ഉള്ള പേപ്പേഴ്സ് നോക്കി വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളത് നല്ല ക്വാളിറ്റിയിൽ കിട്ടും. അപ്പം പിന്നെ നമ്മൾക്ക് പ്രിൻറ്റിൽ വ്യത്യാസം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോപ്പിലെ പ്രിൻ്ററിൻ്റെ പോലെ ഇരിക്കും. ചില പ്രിൻറ്റേഴ്സിൽ എടുക്കുന്ന സമയത്ത് ലൈൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. ഞാൻ ഫസ്റ്റ് ടൈമിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ പോയിട്ട് പ്രിൻ്റ് എടുക്കുന്ന സമയത്ത് ചില പ്രിൻ്റ് നമുക്ക് കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര സങ്കടമാകും. കാരണം എന്ന് വെച്ചാൽ അത്ര വലിയ ക്ലാരിറ്റി അങ്ങനെ ഒന്നും ഉണ്ടാവത്തില്ല. നമ്മൾ പിന്നെ അത് വീണ്ടും വേറെ ഷോപ്പിൽ പോയി പ്രിൻ്റ് എടുക്കേണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഫസ്റ്റ് ടൈമിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഈ ഫോട്ടോ പേപ്പറിൻ്റെ ക്വാളിറ്റി ഇല്ലാത്തത് കൊണ്ടായിരിക്കാം, ഇല്ലെങ്കിൽ പ്രിൻ്ററിൻ്റെ പ്രോബ്ലം ആയിരിക്കാം. അപ്പോൾ നല്ല പ്രിൻ്റ് കിട്ടുന്ന ഷോപ്പിൽ പോയി പ്രിൻ്റ് എടുക്കുക. ഇനി ഫോട്ടോ പേപ്പർ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ വാങ്ങിക്കൊടുത്ത പ്രിൻ്റ് എടുത്ത് തരുമെങ്കിൽ നമ്മൾ ഇതുപോലത്തെ ക്വാളിറ്റിയുള്ള, അതായത് ഓഡി അല്ലെന്നുണ്ടെങ്കിൽ കോട്ടക് അതുപോലത്തെ പേപ്പേഴ്സൊക്കെ വാങ്ങിയിട്ട് കൊടുക്കുക. ഓക്കെ, അതിൽ നല്ല പ്രിൻ്റ് നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഇങ്ക്ജെറ്റ് പ്രിൻറ്റിങ് തന്നെ എടുക്കുക. നമുക്ക് ലേസർ പ്രിൻറ്റിങ് കിട്ടും. നമുക്ക് കുറച്ചും കൂടി അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിൽ നമുക്ക് A4 ആൻഡ് A3 ലേസർ പ്രിൻറ്റിങ് ഒക്കെ കിട്ടുന്നതാണ്. പക്ഷേ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ഇങ്ക്ജെറ്റ് പ്രിൻറ്റിംഗ് ആണ്. നമ്മൾ ഈ വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് ഒത്തിരി കാലത്തേക്ക് ഈ പ്രിൻറ്റ് നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ക്ജെറ്റ് പ്രിൻറ്റിംഗ് ആണ് ബെറ്റർ. അതായത് നമ്മൾ ഈ പോളറോയിഡോ അല്ലെങ്കിൽ ആൽബമൊക്കെ ചെയ്യുന്ന സമയത്ത്, ഫോട്ടോ ഫ്രെയിമിങ്ങിന് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം ലേസർ പ്രിൻ്റ് ആണെങ്കിലും കുഴപ്പമില്ല. ബട്ട് ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇതിന് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറഞ്ഞാൽ മതി. പിന്നെ നമുക്ക് നമ്മുടെ ചാനൽ നിങ്ങൾ കാണുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ക്രാഫ്റ്റർ ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് കൊണ്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ടാറ്റ.